100% വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു സംഗതിയാണ് ഉള്ളത്. അതിനും പരിഹാരം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. DFIയുടെ പോസ്റ്റർ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോൾ സംസാരിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ടാവും ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ശിവന് കുറച്ച് ഞാൻ നന്ദി പറയാണ്. അതെനിക്ക് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ക്ലോസ് എന്തായാലും അല്ല നമ്മളിപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഒരു സമരത്തെ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യമായിട്ടും അതിൻ്റെ ഗൗരവമായിട്ട് തന്നെ കാണുന്നത്. തീർത്തും പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ഒരു പ്രതിഷേധം കാണുന്നത്. അതിൽ നിങ്ങളുടെ ഡിമാൻഡ്സ് കണ്ടു. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് ഈ ശിവൻ ചേട്ടൻ ഇദ്ദേഹത്തിന് നമ്മൾ ഇന്നലെ ആദ്യഘട്ടമായിട്ട് ചികിത്സാ സഹായം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള പൈസ നമ്മൾ നമ്മുടെ ഫണ്ട് മാറി വരാനൊന്നും കാത്തിക്കണില്ല. അഡ്വാൻസ് ആയിട്ട് നമ്മുടെ FTA തന്നെ എടുത്തു കൊടുക്കണം. ഇനിയിപ്പോൾ അവർക്ക് ഇന്നത്തോടെ അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എത്രയാണോ ചികിത്സാ ചെലവ് വരുന്നത് അത് അവർ കാത്തു നിൽക്കാതെ തന്നെ തിങ്കളാഴ്ച ഡിസ്ചാർജ് അല്ല കേട്ടോ, തിങ്കളാഴ്ച ഡിസ്ചാർജ് അല്ല, ചൊവ്വാഴ്ച ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ. എത്ര ഇല്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡേറ്റിന്മേൽ നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. അവർക്ക് ഇനി എത്ര രൂപയാണ് ചിലവ് വരണമെങ്കിൽ ആ കാര്യം നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കാനാണ്. നമുക്ക് അത് അപേക്ഷിച്ച് മാസങ്ങളൊന്നും കാത്തിരിക്കും. 2 അവിടെ നമുക്ക് റോഡിൻ്റെ സൈഡിലുള്ള വിസ്ത ക്ലിയറൻസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് അത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തന്നെ നമുക്ക് ആ കാട് പിടിക്കുന്ന സ്ഥലങ്ങൾ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം റോഡും നമുക്ക് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് പരമാവധി നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തായിട്ട് സഹകരിച്ചിട്ട് അവരുടെ ഫണ്ട് കിട്ടുന്നത് നമുക്ക് FTAക്ക് കൈമാറാനോ നമുക്ക് അതിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ക്ലിയർ ചെയ്യാം. മാക്സിമം നമുക്കത് റോഡിൻ്റെ കാര്യത്തിലും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഈ ഒരു ക്രോസ് ബാറാണ് നമ്മളത് ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്ത് മാറ്റുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ക്രോസ് ബാറിൻ്റെ ഒരു കീ നിങ്ങൾക്ക് ഏൽപ്പിക്കാമെന്നാണ്. അതായത് എനിക്കൊരു എമർജൻസി ഘട്ടം വരുമ്പോൾ അത് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ വരാതെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അത് തുറക്കാനും നിങ്ങളുടെ വലിയ വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കാറുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഒന്നും ഇവിടെ തടസ്സമല്ല. നിങ്ങളുടെ ആംബുലൻസ് പോലെ വലിയ ട്രാവലർ ആംബുലൻസ് പോലെയുള്ള വലിയ വണ്ടികൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ അതും അതിൻ്റെ കീ നിങ്ങളെ ഏൽപ്പിക്കാൻ നമ്മൾ ഇന്ന് തയ്യാറായിരുന്നു. പക്ഷേ അതിൻ്റെ ഓവർ വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞത്. അപ്പോൾ അത് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് DFI ആയിട്ട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ആ കാര്യത്തിലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടാവുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് ഇപ്പോൾ അഭിജിത്ത് വാർഡ് മെമ്പറൊക്കെ ഞങ്ങളിപ്പോൾ DFOനെ കൂടി DFO അവിടെ കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ തന്നെ ചൊവ്വാഴ്ചയാണ് സാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സാറായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ക്രോസ് ബാറായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മെമ്പറുണ്ട്, നിങ്ങളുടെ പ്രതിനിധികളായിട്ട് അഭിജിത്തുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും പറയണം. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നല്ല സഹകരിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം. ആ ഒരു കാര്യം ഞാനിവിടെ വന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേഷൻകാർ പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ തന്നെ പറഞ്ഞില്ല, ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു എതിർപക്ഷമായിട്ടോ ശത്രുപക്ഷമായിട്ടോ കാണുന്നതില്ല. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങളിന്ന് നേരത്തെ എട്ടരയ്ക്ക് വന്നിരിക്കുന്നതാണ് ഇവിടെ. അത് നിങ്ങളുടെ ഒരു സമരത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് അനുമതികളും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ നേരിട്ട് പോയിട്ട് മലയാറ്റൂർ DFOനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണുകയാണ്. മറ്റു നിങ്ങൾ ഇവിടെ വരുന്ന സന്ദർശകർക്കൊന്നും നിങ്ങൾ തടസ്സം ഉണ്ടാവുന്ന ഭാഗത്തിൽ നമുക്കത് ഒരു നിയമവിരുദ്ധമായ കാര്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് പ്രതികരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇവിടെ മറ്റ് മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ തടഞ്ഞു വെക്കുന്നതിൽ യാതൊരു യുക്തിയില്ല. മാത്രമല്ല ഇവരെ തടഞ്ഞു വെച്ചാലേ ഞങ്ങളെ കേൾക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് ആവശ്യമില്ല. ഇവരെ തടഞ്ഞു വെക്കാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്, അതും നമ്മൾ പറയണം. അപ്പോൾ ഈ ഒരു ക്രോസ് ബാറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ DFOനെ പോയിട്ട് നമ്മൾ കാണാൻ നിങ്ങളുടെ അഭിജിത്തും വാർഡ് മെമ്പറും നിങ്ങളുടെ പ്രതിനിധികളായിട്ട് വരുന്നുണ്ട്. മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ തീരുമാനം ഉണ്ടാകും. അത് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമില്ലാത്തതുകൊണ്ട്. അല്ല, ഇവൻ ആ വിഷയത്തിൽ പോലും ഒരു 3/4 ഭാഗം തീരുമാനം ആയിട്ടുണ്ട്. അതായത് ഒരു കീ കൊടുക്കുന്നത് പിന്നെ ആ ക്ലോസ് ബാറിന്റെ വെയിറ്റ് മാറ്റുന്നത്. ഇനിയിപ്പോൾ ആ ക്ലോസ് ബാർ ഉണ്ടല്ലോ, അതിന് നിങ്ങളിപ്പോൾ 3 പേര് 4 പേരൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചാൽ ഈ ഒരു കീ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ അല്ല അത് തിരുത്താനാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ സമ്മതമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ വെയിറ്റിൻ്റെ കാര്യത്തിൽ അതും ഞാൻ ഉറപ്പ് തരാൻ പറ്റണതാണ്. എന്ത് ആ വെയിറ്റ് കൂടിയിട്ടുള്ള ബാർ മാറ്റി ഒരു വെയിറ്റ് കുറഞ്ഞ പൈപ്പാക്കേണ്ട കാര്യത്തിൽ അതും എനിക്ക് പറയാവുന്ന കാര്യമാണ്. ഇനി അത് കംപ്ലീറ്റ്ലി മാറ്റേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ തുറന്നിടുന്ന കാര്യമാണ് നമുക്ക് DFO ആയിട്ട് നമുക്ക് സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്കത് പറയാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ എനിക്ക് ഈ ക്രോസ് ബാറായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഒന്ന്, ഇതിന് കീ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക, ഏത് സമയം കിട്ടാവുന്ന ഒരാളാണ്. 2, നമ്മുടെ ആ വെയിറ്റ് കൂടി ഇപ്പോൾ നിങ്ങൾക്ക് 2, 3 ആളോ 4 ആളോ വേണമെന്നാണ് പറയുന്നത് ബാർ മാറ്റുന്നത്. അതും മാറ്റി
ഒരു വെയിറ്റ് കുറഞ്ഞൊരു പൈപ്പോ എന്തെങ്കിലും തരാൻ ആ കാര്യത്തിലും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതും ഒരു 90% നമ്മൾ പോസിറ്റീവായിട്ട് നിങ്ങൾ തന്നെ അവിടെ അങ്ങനെ അടച്ചിടണം എന്നുള്ളൊരു ആഗ്രഹത്തിലുള്ള മറ്റു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പോസിറ്റീവായി സഹകരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ DFOനെ കാണാൻ വേണം. അപ്പോൾ നിലവിൽ നിങ്ങൾ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു 90-95% പരിഹരിച്ച് കഴിഞ്ഞാലാണ് ഈ ക്രോസ് ബാറുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ മാത്രം നമുക്കുള്ളത്. നമ്മുടെ വരുന്ന നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ നാട്ടിൽ ഈ നാട്ടിലെ 40-40ഓളം പേര് നമ്മുടെ ഈ പണിയിൽ ഈ എക്കോ ടൂറിസമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ കച്ചവടക്കാരുണ്ട്. ഈ നാട്ടിൽ നമ്മുടെ ഈ ടൂറിസം കാരണം തന്നെ നമുക്ക് വരുമാന മാർഗം കണ്ടെത്തി ജീവിക്കും. അത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞാലും നമുക്കിവിടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പം ഇത്തരം ഇഷ്യൂസ് നമുക്കത് സന്ദർശകർക്കുണ്ടാകുമ്പോൾ നാളെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഇതും ഇവിടേക്ക് ആൾക്കാർ വരും. അത് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നല്ല സാധനങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് പിരിഞ്ഞു പോകാം കേട്ടോ. നമ്മുടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ ജോലി ചെയ്യുന്ന 10-43 പേരുണ്ട്. അവരിൽ പലരെ എനിക്ക് നേരിട്ടറിയാം. അവരിൽ ഒരു ദിവസം ഇവർക്ക് ഇവിടെ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പട്ടിണിയാവുന്ന വീടുകളുണ്ട്. അപ്പോൾ ഈ വരുന്ന അതും കൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളുള്ളത്. ഫോറസ്റ്റായിരുന്നാലും പോലീസായിരുന്നാലും 95% കാര്യങ്ങൾ തീരുമാനമായി. ഇനി മറ്റതും 100% ആക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ നിൽക്കുന്ന ആളുകള് ഈ പാണിയിൽ പോലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. ആയുഷ്കാല മെമ്പർഷിപ്പ് ഉള്ളവരാണ് ഈ നിൽക്കുന്നത്. ഈ സാർമാർക്ക് ആരെങ്കിലും നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവര് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സമരം നടക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയത് ഞങ്ങളാ. ഇങ്ങനെയൊക്കെ ഒരു സമരം പ്രസ്ഥാനം ഇവിടെ രൂപം കൊടുത്തത് ഞങ്ങളാ. ആ പ്രസ്ഥാനം വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെയ്താ. ഞങ്ങളിവിടെ വരുമ്പോ ഈ സാറന്മാരെ അകത്തേക്ക് പോയി, ഞങ്ങൾ പുറത്ത്. ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ വല്ലാത്ത ആൾക്കാരെ അകത്ത് പോയി ഉറുപ്പിടിക്ക് കിടന്ന് നിങ്ങൾ വന്നപ്പോഴാണ് കാര്യം എന്താണെന്ന് അറിയണേ. ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഞാനൊക്കെ ശ്രമിച്ച് എത്ര രാത്രി അവിടെ പോയി ഉറക്കൊളച്ച് ഈ കണ്ണാട് വിൻസിച്ചേനും അങ്ങനെ ഉണ്ടാക്കിയൊരു പ്രസ്ഥാനം.